കർക്കിടകം പടിവാതിൽക്കെത്തി നിൽക്കുന്ന ഈ പെരുമഴക്കാലത്ത് അല്പം കർക്കിടക ചിന്തകളും നാലമ്പല വിശേഷങ്ങളുമായി ഞങ്ങൾ വരികയാണ്. ഡീൽവെൽ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിനോദ് കുമാർ. ഇന്നെന്നോടൊപ്പം ശ്രീ ഗിരീഷ് പണിക്കറുണ്ട്. അദ്ദേഹം ജ്യോതിഷി, ആധ്യാത്മിക പ്രഭാഷകൻ, ഷോഡശ സംസ്കാര പ്രചാരകൻ ഒക്കെയാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പോൾ ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കുകയാണ്. കർക്കിടക മാസം, പഞ്ഞമാസം, ദേവീദേവന്മാർ മല കയറിപ്പോകുന്ന മാസം, ഇങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ ഇതേ മാസം തന്നെയാണ് രാമായണ പാരായണം, പിതൃതർപ്പണം, നാലമ്പല ദർശനം, ഔഷധ സേവയോടുകൂടിയുള്ള ആരോഗ്യ പരിപാലനം, ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ തന്നെ കർക്കിടകത്തിന് നല്ലൊരു പ്രാധാന്യമുണ്ട്. അതൊന്ന് വ്യക്തമാക്കാമോ? കർക്കിടക മാസം വളരെ ശ്രേഷ്ഠമായ മാസമാണ്. പക്ഷെ നമ്മൾ പറഞ്ഞറിഞ്ഞതും കേട്ടറിഞ്ഞതും പഞ്ഞമാസം, വർജ്യമാസം എന്നൊക്കെയാണ്. അത് പൗരോഹിത്യ ദുഷ്ടലാക്കിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണ ഇല്ലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപാസന ബലപ്പെടുത്തുന്ന മാസമാണ് കർക്കിടക മാസം. ഭഗവതി സേവയും ശക്തി പൂജയൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാലയളവാണ് കർക്കിടക മാസം. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നവമാധ്യമങ്ങളുടെ ഇടപെടലിലൂടെ നമ്മൾക്ക് പൊതുജനങ്ങൾക്ക് മനസ്സിലായി കർക്കിടക മാസം അതിൻ്റെ പ്രാധാന്യം. കർക്കിടക വാവ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്. കർക്കിടക ബലി മനുഷ്യനെ ബലപ്പെടുത്തുന്ന കർമ്മമാണ്. എന്നാൽ ഒരുവന് ശ്രേഷ്ഠമായ ജീവിതം നയിക്കാൻ ഇട, പിങ്കള, സുഷുപ്ന നാഡികൾ തേജോമയമാവണം, ഊർജ്ജസ്വലമാവണം. അതുകൊണ്ട് തന്നെ ഇടാനാഡി പ്രധാനമായ, ചന്ദ്രനാഡി പ്രധാനമായ പിതൃക്കളുടെ അനുഗ്രഹവും പിങ്കളാനാഡി പ്രധാനമായ, സൂര്യനാഡി പ്രധാനമായ ദേവന്മാരുടെ അനുഗ്രഹവും കിട്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാലയളവാണ് കർക്കിടക മാസം. കാരണം ബലപ്പെടുത്തുന്ന കർമ്മമായ ബലി കിട്ടുന്ന സമയത്ത് സിദ്ധാന്ത ശിരോമണിയിൽ പറഞ്ഞിട്ടുണ്ട്, വിദുർധ്വഭാഗേ പിതരോ വസന്ത. പിതൃക്കളുടെ വാസഭൂമി ചന്ദ്രമണ്ഡലമാണ്. നമ്മൾ കർക്കിടക വാവ് ബലിയിടുന്ന സമയത്ത് പിതൃക്കളോടൊപ്പം തന്നെ ദേവന്മാരുടെ സാന്നിധ്യവും ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പിതൃദേവോ അനുഗ്രഹം നമ്മൾക്ക് കർക്കിടക മാസത്തെ വാവ് ബലിക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഉയർന്ന ആധ്യാത്മിക ചിന്താധാര വളർത്തിയെടുക്കുകയും അതുപോലെ നാലമ്പല ദർശനത്തിലൂടെ വൈഷ്ണവ തേജസ്സിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഏറ്റവും പുണ്യമായ മാസം. അതിലേറ്റവും വിശേഷം കണ്ണൂർ ജില്ലയിൽ തന്നെ ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന സന്നിധി നമ്മൾക്ക് അനുഗ്രഹം ചൊരിയാനായി ഉണ്ടെന്നുള്ളതാണ്. കണ്ണൂരിൽ എവിടെയൊക്കെയാണ് ഈ ക്ഷേത്രങ്ങൾ? നീർവേലി ശ്രീരാമക്ഷേത്രം, എളയാവൂർ ഭരതക്ഷേത്രം, പെരിഞ്ചേരി ലക്ഷ്മണ ക്ഷേത്രം, പായം ശത്രുഘ്ന ക്ഷേത്രം. എങ്കിൽ നമുക്കൊരു യാത്രയായാലോ? നമ്മൾ നേരെ പോകുന്നത് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. കൂത്തുപറമ്പ് മട്ടന്നൂർ റോഡിൽ അളകാപുരി ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം. നീരുകൊണ്ട് വേലി കെട്ടിയ, ചുറ്റും ജലശേഖരത്താൽ ചുറ്റപ്പെട്ടത്, 1000 വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ളത്, ഋഷീശ്വരന്മാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം. ഇവിടെ ഉപദേവതാ സ്ഥാനത്ത് ഗണപതി, ഒപ്പം ചുറ്റുമതിലിനപ്പുറം പാതാളനാഗം, അപൂർവങ്ങളിൽ അപൂർവമായി കാണുന്നത്. കുംഭമാസത്തിലെ ആയില്യത്തിൽ നാഗപൂജ, അതും രാത്രിയിലാണ് നടക്കുന്നത്. പ്രധാന വഴിപാട് പാൽപ്പായസം, നെയ്വിളക്ക്. ഇവിടെ തന്ത്രിസ്ഥാനത്ത് വിലങ്ങര ഇല്ലത്ത് നാരായണൻ ഭട്ടതിരി. ഇവിടുത്തെ ഭഗവാന്റെ ഭാവം ഏത് ഭാവത്തിലാണ്? ഇവിടുത്തെ ഭഗവാന്റെ ഭാവം രാമായണം കഥയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഖരപദം. ആ ഖരപദത്തിൽ കഴിഞ്ഞ പാടുള്ള
ആ അനുഗ്രഹ ഭാവത്തോടു കൂടിയുള്ളതാണ് ഇവിടെയുള്ള പ്രതിഷ്ഠയുടെ പ്രത്യേകത. മോക്ഷം കൊടുത്തതിന് ശേഷമുള്ള അതെ, ഹരന് മോക്ഷം കൊടുത്തതിന് ശേഷമുള്ള ആ അനുഗ്രഹ ഭാവത്തോടുകൂടി വളരെ പ്രസന്ന ഭാവത്തോടു കൂടിയാണ് ഇവിടെയുള്ള ദേവപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എളയാവൂർ ശ്രീ ഭരത ഭഗവതി ക്ഷേത്രം. കണ്ണൂർ താഴെ ചൊവ്വയിൽ നിന്നും 2.5 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. പാറന്തട്ട് ഇല്ലത്തിൽ നിന്ന് 1964 മലബാർ ദേവസ്വത്തിലേക്ക് ലയിച്ചു. ഏളകളുടെ നാട് എളയാവൂർ. ആദ്യകാലങ്ങളിൽ എളയാവൂർ ഭഗവതി ക്ഷേത്രം എന്ന ഉപദേവതാ നാമത്തിൽ അറിയപ്പെട്ടു. 2001 സ്വർണ്ണപ്രശ്നത്തിൽ ദേവതാഭാവം ജപമാലയോടുകൂടിയ താപസീഭാവത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞരുളുന്ന ഭരതസ്വാമി. അതുകൊണ്ട് തന്നെ എളയാവൂർ ഭരത ഭഗവതി ക്ഷേത്രം എന്നായി. ശ്രീകൃഷ്ണൻ ബാലഭാവത്തിൽ, പ്രധാന കോവിലിൽ കന്നിമൂലയിൽ ഗണപതി, വിഷ്ണു ഭഗവാൻ, ശ്രീ ഭഗവതി, നാഗസ്ഥാനം, ഒപ്പം ചുറ്റുമതിലിനപ്പുറത്ത് കെട്ടിയാട്ട സമ്പ്രദായത്തിൽ വിഷ്ണുമൂർത്തി. മഹാവിഷ്ണുവിൻ്റെ അംശ അവതാരമായ ഭരതസ്വാമിയുടെ താപസ ഭാവത്തിലുള്ള വടക്കേ മലബാറിലെ ഏക ക്ഷേത്രമാണ് എളയാവൂർ ഭരതക്ഷേത്രം. നാലമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കന്നിമൂലയിലായിട്ട് ആദിപരാശക്തിയായ ഭഗവതി അമ്മയുടെ പ്രതിഷ്ഠ. അത് ഭരതസ്വാമിക്ക് തുല്യം തന്നെ പ്രാധാന്യമുള്ള അതാണ് ഈ ഭരത ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് ഭരതസ്വാമിക്ക് ആഭാതചൂടം താമരമാല, ശ്രീ ഭഗവതിക്ക് കടും പായസം, കുരുതി. ഭരതസ്വാമിക്ക് ഗണപതിക്കും തരണനല്ലൂർ തന്ത്രി, ശ്രീകൃഷ്ണൻ ഭഗവതി വിഷ്ണുമൂർത്തി കാട്ടുമാടം തന്ത്രി, പാമ്പമേക്കാട് തന്ത്രി നാഗസ്ഥാനത്തിന്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കൂത്തുപറമ്പ് മട്ടന്നൂർ റോഡിൽ ഉരുവച്ചാലിൽ നിന്നും 2 കിലോമീറ്റർ മാറി പെരിഞ്ചേരി ശ്രീ വിഷ്ണു ക്ഷേത്രം, ലക്ഷ്മണ പ്രതിഷ്ഠ. പെരിഞ്ചേരി എന്നാൽ പെരുമയുള്ള ചേരി. വാദ്യകലയിലും ജ്യോതിഷത്തിലും തന്ത്രവിദ്യയിലും പെരുമയാർജിച്ചവർ ഉള്ള സ്ഥലം പെരിഞ്ചേരി. ലക്ഷ്മണ സങ്കല്പത്തിലുള്ള ഈ വിഷ്ണു ക്ഷേത്രത്തിന് 1000 വർഷത്തിലേറെ പഴക്കമുണ്ട്. അമ്പലത്തിൻ്റെ ഊരായ്മ അഴീക്കോട്, ആട്ടാട്ടുപള്ളി, പനമിറ്റം, മംഗലശ്ശേരി, ഇങ്ങനെ 4 ഊരായ്മ. പ്രതിഷ്ഠാ സമയത്ത് തന്ത്രിയുടെ മനക്കണ്ണിൽ തെളിയുന്ന രൂപമാണ് യഥാർത്ഥത്തിൽ സങ്കല്പം. ലക്ഷ്മണഭാവത്തിൽ ദർശിച്ചതുകൊണ്ട് ലക്ഷ്മണ സങ്കല്പത്തിലുള്ള വിഷ്ണു ക്ഷേത്രമായി. ധ്യാനം വിഷ്ണുവിൻ്റേതാണ്. ഉപദേവതാ സങ്കല്പം ഗണപതി, ഭൂതത്താർ, നാഗം. ചുറ്റുമതിലിനപ്പുറം ഭദ്രകാളി സങ്കല്പത്തിലുള്ള ദുർഗാ സങ്കല്പത്തിലും ആരാധിച്ചു പോരുന്നു. ദേവൻ്റെ ഭാവം ദുഃഖിതയായ സീതയെ കൂട്ടിക്കൊണ്ടുവന്നത്, അതായത് ശ്രീരാമൻ ഖരവധത്തിന് പോയപ്പോൾ സീതയെ കൂട്ടി ഒരു ഭദ്രമായ സ്ഥലത്ത് എത്തിക്കാൻ പറഞ്ഞപ്പോൾ കൂട്ടി വന്ന സ്ഥലമാണ് പെരിഞ്ചേരി. ഇവിടുത്തെ പ്രധാന വഴിപാട് പായസ നിവേദ്യം, പുഷ്പാഞ്ജലി. തന്ത്രിസ്ഥാനം വിലങ്ങര ഇല്ലം. ഇത് ഗംഗാദേവി അന്തർജനം, ഇപ്പോഴത്തെ ആട്ടാട്ടുപള്ളി ഇല്ലം തറവാട്ട് കാരണവരാണ്. അടുത്തത് കൊട്ടിയൂരിൽ നിന്ന് ഓച്ചർ സ്ഥാനം ലഭിച്ച കുടുംബത്തിലെ ലക്ഷ്മി മാരസ്യാർ. ഇവരുടെ കുടുംബക്കാരായിരുന്നു കൊട്ടിയൂരിലെ പ്രശസ്തരായ ഓച്ചർമാർ. ആ പരമ്പരയിൽ ഇന്നും ആൾക്കാർ ബാക്കിയുണ്ട്, 2 പേര്. കൂടാതെ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന കാരടിയിലത്തെ പത്മനാഭൻ നമ്പൂതിരി. ഭാസ്വൽ ഭാസ്വൽ സഹസ്രപ്രഭമരിധര കൗമോദകീ പങ്കജാനി. ഇതാണ് ധ്യാന ശ്ലോകം, മന്ത്രമാണ്. എങ്കിലും അത് ചൊല്ലിയാലേ മനസ്സിലാവും. ഈ ഭാവത്തിലുള്ള ലക്ഷ്മണനാണ്, ശാന്തഭാവത്തിൽ. ഏത് ഭാവം വേണോ ആ ഭാവത്തിലാവുന്നു അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ.
ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്ന് തോന്നും. ഇരിട്ടി പേരാവൂർ റോഡിൽ പയഞ്ചേരി ജബ്ബാർ പാലത്തിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം. നമ്മളിപ്പോൾ ഉള്ളത് പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രത്തിലാണ്. 500 വർഷത്തിലേറെ പഴക്കം. വയൽ പ്രദേശം, കാടമുണ്ട് കാട്ടിൽപ്പെട്ട കാട് കെട്ടിയ സ്ഥലം. പരിസരവാസികൾ അതുവഴി സഞ്ചരിക്കുമ്പോൾ മണിമുട്ടി പൂജ ചെയ്യുന്നതായി അനുഭവം. 1981 പ്രാരംഭ പ്രവർത്തനം. 83 പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ബാലാലയ പ്രതിഷ്ഠ. ശേഷം കിണറിന് മണ്ണ് നീക്കം ചെയ്യുമ്പോൾ വട്ട ശ്രീകോവിൽ ബന്ധിപ്പിക്കുന്ന മകുടം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടു. അതുപോലെ ഇപ്പോഴത്തെ പുനരുദ്ധാരണത്തിന് മുൻപ് 2 പുനരുദ്ധാരണം നടന്നതായി കാണുന്നു. ഏകദേശം 4 പതിറ്റാണ്ടെടുത്തു പ്രതിഷ്ഠ നടത്താൻ. അത് 2019 ഇവിടുത്തെ ഭഗവാന്റെ ഭാവം യുദ്ധം കഴിഞ്ഞ ശേഷം അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്ന ഭാവമാണ്. ഉപദേവന്മാർ ശ്രീ ഗണപതി, ശ്രീ ഭഗവതി, വനശാസ്താവ്. പ്രധാന വഴിപാട് ചക്രസമർപ്പണം. താലത്തിൽ മഞ്ഞപ്പട്ട് വിരിച്ച് ചക്രം അതിൽ വെച്ച് അക്ഷതവും തുളസിയും പുഷ്പവും വെച്ച് ശ്രീകോവിലിൽ ഭഗവാന് നേരിട്ട് ഭക്തൻ സമർപ്പിക്കുന്ന സമ്പ്രദായം. ഒപ്പം ത്രിമധുരം സമർപ്പിക്കുന്നു. തന്ത്രി വിലങ്ങര ഇല്ലത്ത് നാരായണ ഭട്ടതിരിപ്പാട്. നാലമ്പല ദർശനക്രമം: ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ. ഇങ്ങനെയാണെങ്കിലും ഭക്തൻ്റെ തൃപ്തിക്കും സാഹചര്യത്തിനും അനുസരിച്ച് ഭക്തവത്സലനായ ഭഗവാന്റെ ദർശനം നടത്താവുന്നതാണ്. 4 അമ്പലങ്ങളിലും ക്ഷേത്രം വക ഭക്ഷണവും ഉണ്ട്.